എല്ലാം രാജിവെച്ച് പുറത്തേക്ക് പോവാണ്. അല്ല കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡ ആയിരുന്നു. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണു നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെയൊരു സംഭവങ്ങൾ നടന്ന്. അമ്മ താരസംഘടനയില് ഇപ്പൊ ഉള്ള ആൾക്കാര് കൂട്ടത്തോടെ രാജിവെച്ചിട്ടുണ്ട്. നന്നായി. ഒരു ഉപകാരം ഇല്ലാത്ത കുറെ എണ്ണം അൻസിബൊക്കെ വന്ന് കംപ്ലൈന്റ് പറയുമ്പം അമ്മയ്ക്കൊന്നും ചെയ്യാനില്ല, പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് തീർക്കുക എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ശ്വേതാ മേനോൻ. രാജിവെച്ചതിൽ സന്തോഷം. നിങ്ങൾക്കൊന്നും ഒരു യോഗ്യത ഇല്ല, അതുകൊണ്ടാ. ടിനി ടോമൊക്കെ ബാക്ക് സ്റ്റേജിൽ കൂടെ ഇറങ്ങി ഓടിന്ന് വരെ കേൾക്കുന്നുണ്ടായിരുന്നു, ആരോടൊന്നും പറയാനില്ലാത്തോണ്ട്. കാരണം എല്ലാത്തിനും തുടക്കൂട്ടത് ടിനി ടോം ആണല്ലോ. ഞാനും എന്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേത മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡ ആയിരുന്നു. അജണ്ട അല്ല, തേങ്ങ. അവിടെ കംപ്ലൈന്റ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും അറിയാതെ ഇപ്പൊ ഇരുന്ന് പ്രസംഗിക്കുക അജണ്ടയായിരുന്നു. നമ്മളുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ എജൻഡ വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ നോക്കി. അപ്പോ എനിക്കൊരു വ്യക്തിത്വം ഉണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയില് ഒരു ട്രഷറർ ഒരു എക്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st of May. 1-ാം തീയതി നമ്മളുടെ അമ്മ സംഘടനയുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത്. ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നടക്കുന്ന ഉഡായിപ്പുകൾ ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് രാജിവെക്കേണ്ടയും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തി നിന്നത്. അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ നടക്കുന്ന ഉഡായിപ്പുകൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോ എല്ലാരും കൂടെ അൻസിബയ്ക്കെതിരെ തിരിയുന്നു. ഇപ്പൊ രാജിവെക്കുന്നു, മീഡിയാസിനെ കാണുന്നു. ടിനി ടോം എന്ന് പറയുന്ന ഭൂലോക തരീട എനിക്ക് മുകളിൽ വേറെ ആൾക്കാരില്ല എന്നാണ് ടിനി ടോമിന്റെ ഒരു ധാരണ. അതും കൂടാതെ മലയാള സിനിമ മൊത്തം അയാളുടെ കയ്യിലാണ് എന്നുള്ള വിചാരം കൂടെ അങ്ങേർക്കുണ്ടായിരുന്നു. അങ്ങേർക്കെതിരെ വല്ല നടപടി എടുത്തോ? അൻസിബയ്ക്ക് അവിടെ വല്ല നീതിയും കിട്ടിയോ? നീനക്കുറുപ്പിന് വല്ല നീതിയും കിട്ടിയോ? ആർക്കും ഒരു നീതിയും ഇല്ല. ഇപ്പൊ രാജിവെച്ചിട്ടെല്ലാം കൂടെ എല്ലാ വഴിക്കും അങ്ങ് പിരിഞ്ഞു. ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള നമ്മൾ വന്നുള്ള കമ്മിറ്റിന്റെ എല്ലാം കണക്ക് കറക്റ്റ് ആണ്. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റിന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനയുടെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ അല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു എന്തായാലും ഞാൻ രാജിവെച്ച് ഇറങ്ങി. എന്തായാലും കുറെ കുറ്റങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാ പിന്നെ ബാബുരാജും കൂടെ കുറച്ച് കേക്കട്ടെ എന്നും പറഞ്ഞിട്ട് ബാബുരാജന്റെ തലയിലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ബാബുരാജ് കുറെ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇവരുടെ കുറെ കണക്ക് എഴുതി ചേർക്കലും മറ്റതുമായിട്ട്. അപ്പൊ ബാബുരാജിന് ഇട്ടൊരു കൊട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജനറൽ ബോഡി വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ജനറൽ ബോഡിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. മിനിമം റിക്വയർമെന്റ് ആണ്. ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. 1. 2, ഇന്നിവിടെ പാസ്സാക്കാൻ നിന്ന കണക്കുകൾക്ക് ട്രഷറർ ഏറ്റില്ല. കണക്കുകൾ ശരിയല്ല.
അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും നാൾ ഇവര് ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ. അത് പക്ഷെ അത് ഇവിടെ തന്നെ പൊളിച്ചു. ലേഡീസ് കാർഡ് ഇറക്കിന്ന് പറയുമ്പോ സ്വന്തം കാര്യം വരുമ്പോ മാത്രമേ ഈ കാർഡൊക്കെ ഇറങ്ങത്തുള്ളായിരിക്കും. അൻസിബ അവിടെ നീതിക്ക് വേണ്ടി തേരാപ്പാരം നടന്ന സമയത്തൊന്നും ലേഡീസ് കാർഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ലേഡീസ് കാർഡൊക്കെ ഇറങ്ങിയല്ലേ. കൊള്ളാം. സ്വന്തം കാര്യം വരുമ്പോ എന്തോ ആവാലോ. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തായാലും കുഴപ്പമില്ല. പക്ഷെ എന്റെ സ്വന്തം കാര്യം വരുമ്പോ ഞാൻ മെഴുകിയാണെങ്കിലും സ്ത്രീ കാർഡ് ഇറക്കിയിട്ടാണെങ്കിലും എന്റെ കാര്യം ഞാൻ നോക്കും. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവര് തന്നെ രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത്. ഒരാളുമില്ലല്ലോ കുറ്റാരോപിതർ. നിങ്ങൾ ഒരാളെ പറയും, ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവപാൽ എന്താന്ന് പറഞ്ഞ കേട്ടോ. നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? സത്യമായ കാര്യം. എന്തേലും കംപ്ലൈന്റും കൊണ്ട് വരുമ്പം ഇവിടെ ഒന്നും ചെയ്യാനില്ല അമ്മ വെച്ചിട്ട് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഇരിക്കുന്ന അടുത്തോളം കാലം ഒരു തേങ്ങയും കിട്ടാൻ പോണില്ല. ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലത് ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട്. ഇന്ന് ഞാൻ നോക്കുമ്പോ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവര് കാണിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നല്ല ആൾക്കാരുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഈ പുതിയ കമ്മിറ്റിയില് രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഗംഭീരമായ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറൊക്കെ ഉണ്ട്. എനിക്കറിയുന്ന ലിസ്റ്റ് അവർ വരുമ്പോ പറയും. ഞാനില്ല 4 കേസുകളാണ് ഉള്ളത്. ഇതെല്ലാം അമ്മയിൽ ചെയ്തതിന്റെ കാര്യമോ ഇനി ടോമോ അച്യുതൻ തമ്മിലുള്ള കേസ് ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൈകൊടുത്ത് വിരിയിക്കവരെ കൊണ്ട്. അതുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നീട്ടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയില്ല. ഇത് അവരെല്ലാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഭവം നടക്കുക 67 ലക്ഷം രൂപ. ഞാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയല്ലേ? 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ടിൽ അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാ. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നു. അല്ല, നാലട്ടം പറഞ്ഞല്ലോ ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു. 67 ലക്ഷം രൂപയുടെ കണക്ക് ചോദിച്ചപ്പോ ഉത്തരവില്ല. അതാണ് ഇപ്പം ഇറങ്ങിയപ്പോ ശ്വേതാ മേനോൻ നേരെ ബാബുരാജിന്റെ തലയിൽ കൊണ്ട് തട്ടിയത്. ഉളുപ്പുണ്ടോ? സ്വന്തം തെറ്റുകൾ ചൂണ്ടിച്ചോദിക്കുമ്പം അതിന് ഉത്തരവില്ല. പക്ഷെ അതിന്റെ പിറകെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അങ്ങ് കുത്തുക. അതാണ് ശ്വേതാ മേനോൻ ഇപ്പൊ ചെയ്തത്. 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡി ആയിരുന്നു ഇന്ന് നടന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ചോദ്യം ചെയ്യുമ്പോഴാണ് മാറ്റി നിർത്തുക, കേസ് കൊടുക്കുക, അടിച്ച് അമർത്താൻ ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വില പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോട് ഞാൻ നന്ദി പറയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷെ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എന്റെ കൂടെ നിന്നു
എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത്, അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യത കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റിയതിലുള്ള ഒരു സമാധാനം ഉണ്ട് എനിക്ക് ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം, ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ? ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പൊ നടന്ന മീറ്റിംഗിൽ പോലും സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ മാറ്റി നിർത്തി. അവസാനം ചോദിച്ചു മേടിച്ചു വന്ന് സംസാരിക്കേണ്ടി വന്നു. കാരണം അൻസിബ സംസാരിച്ചു തുടങ്ങി ഇവരുടെ പല ഉടായ്പകളും പൊളിയും. കാരണം കുറെ കാര്യങ്ങൾ അൻസിബയാണ് അവിടെ ചൂണ്ടിക്കാണിച്ചേക്കുന്നത്. അപ്പൊ ഇനിയും അൻസിബയുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇനിയും പലതും പുറത്തു വരും. അത് മേടിച്ചിട്ടായിരിക്കും. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹലോ ഗൈസ്, കുലസ്ത്രീ വന്നിരിക്കുന്നു ഗൈസ്. എനിക്ക് എന്താണെങ്കിലും സന്തോഷമായി. കാരണം ഇപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഓർക്കാക്കേണ്ടതായിരുന്നു. പക്ഷെ എല്ലാ ബാക്കി അതിനെക്കാളും ഇമ്പോർട്ടന്റ് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ ഉണ്ടായത് കൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. പക്ഷെ ബുദ്ധി ഉപയോഗിച്ച് അവർക്ക് തന്നെ മനസ്സിലായി എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന പണിഷ്മെന്റ്. അതുകൊണ്ട് അവർ രാജിവെച്ചു. അതൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നിങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ. എനിക്ക് ആ പേര് പോലും പറയാൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയ്ക്ക് ഫോം ഉണ്ടാക്കിയ രീതിയാണ്. ഞാൻ 39 years ആയി ഇൻഡസ്ട്രിയിൽ. നിങ്ങൾ ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് എഴുതാൻ നിങ്ങൾക്ക് അവസരം ഞാൻ തന്നിട്ടുണ്ട്? ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ട്? എന്നിട്ടാണ് എന്നെ കുറിച്ച് പറഞ്ഞത്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതിന്റെ അകത്തുള്ള ആൾക്കാർക്കും സന്തോഷമായി, പുറത്തുള്ള ആൾക്കാർക്കും സന്തോഷമായി, മൊത്തത്തിൽ സന്തോഷമായി. ഒരു ഉപകാരം ഇല്ലാതെ കുറെ എണ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ തലപ്പത്തിരുന്നായിരുന്നു. ഇപ്പം തലപ്പത്തും ഇല്ല, താഴത്തും ഇല്ല. സമാധാനമായി, സംതൃപ്തിയായി. ലക്ഷ്മിപ്രിയയുടെ മെസ്സേജ് എങ്ങാണ്ട് അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും റിത്തും കൊണ്ട് ഒരുത്തനും വന്നേക്കരുത് എന്നുള്ളത്. കഷ്ടം. ശരി എന്നാ.